മന്ത്ലി അടിമപ്പണം കൊടുക്കണം, കമായി കൊടുക്കണം. ഇവിടെ അതില്ല. ഇവിടെ നടക്കുമോ? ഇവിടുത്തെ ആൾക്കാർ അത് സമ്മതിക്കില്ലല്ലോ. കാരണം കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആണ് ഇവിടുത്തെ ആൾക്കാർ, കുറച്ചും കൂടെ ബോധമുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് ബോധമില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവിടെ എല്ലാമാണ് ഗുരു. നമുക്ക് പിന്നെ ഉള്ളത് ഗുരുവാണ്. കമ്മ്യൂണിറ്റിയിലൊക്കെ വന്ന് ഈ റിച്വൽ ഈ കൾച്ചർ ഫോളോ ചെയ്യുന്നവർക്ക് പിന്നെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവർ കൊടുത്തോണ്ടിരിക്കുകയാണ്. കൊടുത്തില്ലെങ്കിൽ അടിയും പ്രശ്നങ്ങളും മുടിവെട്ടലും. നമുക്ക് എന്ത് പണി ചെയ്തിട്ട് 300 കൊടുക്കാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൊടുക്കുക. അവര് വഴി കാണിച്ചു തരും. മേ ബി ബെഗ് ചെയ്യാനാകാം, മേ ബി അല്ലാത്ത ജോബുകളായിരിക്കാം, ബദായി ആയിരിക്കാം. നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ കൈപ്പറ്റുന്നത് അതിൻ്റെ ഒരു വീതം അവർക്ക് ഇങ്ങനെ കൊടുക്കണം. അത് അവിടുത്തെ ഒരു സിസ്റ്റമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ജീവിക്കാനുള്ളത് നമുക്ക് ചിലപ്പോൾ കിട്ടുമെന്നറിയില്ല. പക്ഷെ അത് അങ്ങനത്തെ അവസ്ഥ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അങ്ങനെ പോയി പെട്ടിട്ടൊക്കെ. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ വീട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട് ശരിക്കും. ഞാനൊക്കെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിക്കാൻ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിൽ തന്നെയാണ്. ഭക്ഷണം പട്ടിണി കിടക്കേണ്ട സിറ്റുവേഷൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം സർജറി കഴിഞ്ഞിട്ടൊരു 1 വീക്ക് 2 വീക്ക് ഒക്കെ ആയിട്ട്, സർജറി കഴിഞ്ഞ് ജൽസ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന സമയം, ജൽസ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡായിട്ട് ജൽസ ഒന്നും നടന്നിട്ടില്ല. ജസ്റ്റ് കൊണ്ടുപോയി പാലിങ്ങനെ ഒഴിച്ചിട്ട് വന്നു എന്ന് മാത്രം. ജൽസ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ ബാംഗ്ലൂരിൽ വേറെ നിവൃത്തിയിലാണ് തിരിച്ച് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോവാണ്. ബാംഗ്ലൂർ പോയി നിൽക്കുന്ന സമയത്ത് എനിക്ക് പറയുമ്പോഴും കൊതി വരുന്നു. ഈ ചിക്കൻ വറുത്തതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും. നമ്മൾ സ്ട്രീറ്റിൽ ചിക്കൻ വറുത്തത് ഇങ്ങനെ 65 വറുത്ത് ഇങ്ങനെ കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കൂടെ ഒന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു നായക്കിൻ്റെ കൂടെയാണ് നിന്നിരുന്നത്. അപ്പം ആ നായക്ക് ഇപ്പം ഇല്ല, അവരെവിടെ നാട് വിട്ടു പോയി. അപ്പം ആ നായക്കിൻ്റെ ഹസ്ബൻഡ് പാർട്ട്ണറായിട്ടുള്ള ആൾക്ക് മദ്യപിക്കുന്നതിന് ടച്ചിങ്സിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ വറുത്ത് വാങ്ങിക്കൊണ്ടുവന്നു. എനിക്കിത് വന്നിട്ട് ഇങ്ങനെ കൊതി വരുന്നു. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, എടുത്ത് കഴിക്കാനും പറ്റില്ലല്ലോ, അതിനുള്ള ഫ്രീഡം ഇല്ല. അപ്പം വീട്ടിൽ അതൊന്നും നടക്കില്ല. അതൊക്കെ വന്ന് അടി കിട്ടും. എന്റെ പൊന്നെ, അടി കൊണ്ടതിന് കണക്കില്ല. ബെൽറ്റ് വെച്ചിട്ടൊക്കെയാണ് ഇവർ അടിക്കുക. അപ്പം ഞാൻ ഭയങ്കര കൊതിച്ചപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത്, അമ്മേൻ്റെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ വേണം. അപ്പോൾ പാവം മമ്മി അന്ന് ബെഗ് ചെയ്തിട്ട് ഇത് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ എനിക്കിതിൽ നിന്ന് കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇമോഷൻസും കൂടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ആ മമ്മിയുടെ ആ ഒരു സ്നേഹമുണ്ട്, പ്ലസ് ഇവര് നമുക്ക് ഭക്ഷണം ചോറുണ്ടാക്കി തന്നിട്ട് ഇതിൻ്റെ കൂടെ തരുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് എനിക്കിപ്പോൾ തോന്നുന്നു വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ഇഷ്ടമുള്ള വാങ്ങി കഴിക്കാനുള്ള ഒരു സിറ്റുവേഷനുകൾ ഉണ്ടാവും. ഇത് അതും ഇല്ല. ഇനി അങ്ങോട്ടുള്ള ലൈഫ് ഭയങ്കര സ്ട്രഗിളിങ് ആണെന്നുള്ള റിയലൈസേഷനും ഉണ്ട്. അപ്പം ഇത് കിട്ടുമ്പോൾ ഭയങ്കര ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിലുണ്ട്. അല്ല, അന്ന് ഇത്രയും ഒരു ചെറിയ പ്രായത്തില് ഇത്രയും സ്ട്രഗിൾ ചെയ്തല്ലോ ചെയ്യേണ്ടി വന്നത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത് ഞാനൊരു സിസ്ജെൻഡർ ആണെങ്കിൽ എനിക്ക് നടക്കില്ല. ഞാനിങ്ങനെ ജനിച്ച് ഇങ്ങനെ ട്രാൻസ് വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് എനിക്കത് സ്ട്രഗിൾ ചെയ്യേണ്ട ഗതികേട് വന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും ഡെവലപ്ഡ് ആണ്, ഇത്രയും പ്രോഗ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള സ്ട്രഗിളിങ് ഉണ്ട്. പക്ഷെ അത് വ്യത്യസ്തമാണ്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ എൻ്റെ പ്രായത്തിൽ അന്ന് അനുഭവിക്കുന്ന സിസ്ജെൻഡർ വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കാതെ ഇരിക്കേണ്ടി വന്നത് ഞാൻ ട്രാൻസ് വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അതൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ. ഇന്നിപ്പോ ആവുന്ന ആളുകൾക്ക് എളുപ്പമാണ്, ഈസിയാണ് അല്ലേ? കുറെ കൂടെ ഒക്കെ ഇത്ര സ്ട്രഗിൾസ് ഒന്നുമില്ല. നാട് വിട്ടു പോയി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങളെല്ലാരും ഉണ്ടല്ലോ, ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഷെൽട്ടർ ഹോം നൽകുന്നുണ്ട്, എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്, സർജറി ചെയ്താൽ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നൽകുന്നത് കൊണ്ടും ഗവൺമെന്റ് കുറച്ച് സപ്പോർട്ടീവ് ആയതുകൊണ്ടും നമുക്ക് സിസ്റ്റം കുറച്ചും കൂടെ ബെറ്റർ ആണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അവനവൻ എന്ത് ചെയ്യണം, എന്താണ് ആഗ്രഹം, അതിലൊക്കെ ഇപ്പൊ നിന്നു തുടങ്ങി. പണ്ട് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടിപ്പോ ബെഗിങ് തന്നെ കാര്യങ്ങളായിരുന്നു. ഏത് വഴി പോകണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. അതെ, ഇപ്പോഴത്തെ ഡാൻസ് ഹെയ്തി ഡാൻസ് കളിക്കും, പാട്ട് പാടും, മിമിക്രി കാണിക്കും, ഞാൻ പറഞ്ഞതാ, പാട്ട് പാടും. അപ്പൊ നമുക്ക് അത് നമ്മളെ മൊത്തം സോഴ്സ് ഉണ്ട് ഇനിയിപ്പോ ജീവിക്കാനും എല്ലാത്തിനും. അതുണ്ടടാ, അത് നമ്മൾ ഉണ്ടാക്കി എടുത്തു. അത് കാരണം ഇപ്പൊ പുതുതായി വരുന്ന പിള്ളേർക്ക് അത്രയും സഫറിങ് ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടെ വേ കണ്ടെത്താൻ, അവരുടെ കാലിബർ അനുസരിച്ചിട്ട് അവർക്ക് എന്താണോ ഇഷ്ടമുള്ള ഫീൽഡ് അത് കണ്ടെത്താനുള്ളൊരു ഓപ്ഷനും ഫ്രീഡവും ഉണ്ട്. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ എത്തിയിരിക്കില്ല. അല്ല, എത്തുമായിരിക്കും, പക്ഷെ ഇത്രയും ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോവില്ലായിരുന്നു.
പിന്നെ ഒരു ടൈമല്ലേ. അതെ, ഒരു സമയമാകുമ്പോ എല്ലാം അങ്ങനെ എത്തും. നമ്മൾ എന്താവണമെന്ന് ഗോഡ് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഞാനും വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആണ്. അപ്പൊ അത് നമ്മളപ്പോ വിചാരിക്കുന്ന സമയത്ത് എത്തുള്ളൂ. നമ്മൾ വെറുതെ ഇപ്പോ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ. അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് എത്തിയത്. അത് ശരിയാ. ഓക്കെ, ഇനി ഇപ്പൊ ഹെയ്ദിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാരാ? ഇപ്പൊ പെട്ടെന്ന് ആലോചിച്ചാ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറഞ്ഞു. ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സെൽഫ് ലവ് ഒക്കെ ഞാൻ പഠിച്ചത് ഇപ്പൊ ഈ അടുത്താണ്. അതിനുശേഷം പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടം എനിക്ക്. മറ്റേ ആദ്യം ഞാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തോണ്ടിരിക്കും. ചുറ്റുള്ളത് ആരിപ്പോ വർഷയാണ് എന്റെ അടുത്തുള്ള അയ്യോ വർഷയെ വണങ്ങാതെ ഉയിരില്ലേ എന്നിട്ട് വർഷയെ വെച്ചിട്ടോണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി ഞാൻ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ വിട്ടു. എന്റെ പൊന്നെ, എനിക്ക് അതേ കിട്ടിയിട്ടുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ആരൊക്കെ ആത്മാർത്ഥമായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ എനിക്ക് 8ന്റെ പണി തന്നിട്ടുണ്ട്. പക്ഷെ പണി തരാത്തവരും ഉണ്ട്, എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി ഞാനിപ്പോ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. സെൽഫ് ലവ്. അതെ, അതെന്തായാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെ 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 അതെ. ശരി, നമുക്ക് കുറച്ച് സാഡ് സ്റ്റോറീസിലേക്ക് പോകാം. കരയിപ്പിക്കില്ല ഞാൻ. ഇല്ല, കരയൂല. ലാസ്റ്റ് ഞാൻ കരയേണ്ടി കഥ കരയണം. ഓക്കെ, ഞാനിത് ഫണ്ണി ആയിട്ട് പറയുന്നല്ല കേട്ടോ, നമ്മളിങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ അത് ക്ലിയർ ആയിട്ട് സംസാരിക്കാം. ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ നടന്ന കാര്യം ഇങ്ങനെ സംസാരിച്ചിരിക്കരുത് എന്നാണ് എനിക്ക് ശരിക്കും. പിന്നെ നമ്മളിപ്പോ അതിങ്ങനെ അയ്യോ ഇങ്ങനെ സംസാരിച്ചിട്ട് എന്താ കാര്യം, കഴിഞ്ഞു, അതിനെ റിക്കവർ ആയി. ഞാനെല്ലാം കൂളായിട്ട് തന്നെയാണ്. അപ്പൊ റിലേഷൻഷിപ്പ്, ഒരു പ്രണയത്തിലേക്ക് വരാം നമുക്ക്. പ്രണയം എന്ന് പറഞ്ഞ ഹെയ്ദിക്ക് എന്താ? അയ്യോ, പ്രണയത്തെ കുറിച്ചൊക്കെ പറയണോ? പ്രണയിക്കാത്ത മനുഷ്യരുണ്ടോ? ഞാൻ പ്രണയരോഗിയൊക്കെയാണ്. പ്രണയരോഗിയാണോ? പ്രണയരോഗി എന്ന് വെച്ചാൽ എന്താ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. എനിക്ക് ചില സമയം വരെ ഒക്കെ രോഗമായിരുന്നു. ഞാൻ റിലേഷൻഷിപ്പ് അങ്ങനെ രോഗം നെഗറ്റീവ് സെൻസിൽ എടുക്കരുത് കേട്ടോ. ആൾക്കാരുടെ അടുത്ത് റോസ്റ്റ് ചെയ്യും. പ്രണയം ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ഡെമി സെക്ഷൽ ആയിട്ടുള്ള മോണോഗമസ് ആയിട്ടുള്ള ആളാണ്. ഡെമി സെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് ഇന്റിമസി അത്രയും തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ പറ്റുന്ന ആള്. മോണോഗമസ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ അയാളെ മാത്രം, അല്ലാണ്ട് പോളിയല്ല, വേറൊരാളായിട്ട് എനിക്ക് പറ്റില്ല. അപ്പൊ എനിക്ക് എന്റെ പാർട്ട്ണറും മോണോഗമസ് ആയിരിക്കണമെന്ന് നിർബന്ധമാണ്, ഡെമി സെക്ഷൽ ആയിരിക്കണമെന്ന് അതിലേറെ നിർബന്ധമാണ്. അപ്പം എനിക്ക് മുന്നേ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചീറ്റിപ്പോയി, പൊളിഞ്ഞ്, നെഞ്ചത്തടി നല്ല വെളിയൊക്കെ ആയിട്ട് കിടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ലവ്, ഓഫ് കോഴ്സ് ലവ് ചെറുപ്പം മുതലേ പല പോയിന്റിലും നമുക്ക് സ്നേഹം കിട്ടാണ്ട് വന്നിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ. റെസ്ട്രിക്റ്റ് ഇപ്പൊ കിട്ടേണ്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് പോലും സ്നേഹം എന്ന എലിമെന്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ പലരും. അപ്പം ഓഫ് കോഴ്സ് ആ ഒരു സ്നേഹം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഒരാളുടെ അടുത്ത് നിന്ന് നമുക്ക് പ്രത്യേക ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും കെയറും കിട്ടുമ്പോൾ നമ്മൾ അങ്ങ് ഫ്ലാറ്റായി വീഴും. ഞാനൊക്കെ അങ്ങനെയാണ്. ഇച്ചിരി 2 വാക്ക് സ്വീറ്റായി സംസാരിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത്രയും സൂപ്പർ വർഷമാണ്, ഓഹോ ഹെയ്തി എന്താ നല്ല കുട്ടിയാണ്, അത് പറഞ്ഞു അയ്യോ വർഷ. ഞാൻ വീട്ടിൽ പോയിട്ട് മോളെ വർഷ എന്ന് പറഞ്ഞൊരു ആങ്കറിനെ ഞാൻ കണ്ടു, എന്ത് നല്ല കുട്ടിയാ, ഞാൻ വിളിക്കട്ടെ ആ കുട്ടീനെ, മോളെ വർഷ സുഖാണോ, ഇതൊക്കെ പറഞ്ഞ മുന്നേ പറഞ്ഞേ ഞാൻ വന്നിട്ട് പറഞ്ഞേ ഹെയ്ദിനെ ഇങ്ങനെ പൂജിച്ചേ. അപ്പൊ ഇതാണ് എന്റെ അവസ്ഥ. ഞാൻ അത്രയും ആൾക്കാരെ പെട്ടെന്ന് കൺസിഡർ ചെയ്യും. അതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നം ഒക്കെ ഞാൻ കുറെ പരിഹരിച്ചത് ഓരോരോ പാഠങ്ങളിൽ നിന്നും ഓരോരോ തേപ്പ് നേരിടുമ്പോഴും ഒക്കെ തന്നെയാണ്. റിലേഷൻഷിപ്പിൽ മുന്നേ 2 റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, അത് സക്സസ് ആയില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം രണ്ടുപേരും മനസ്സിലാക്കിയത് നമ്മൾ രണ്ടുപേരും സോൾമേറ്റ്സ് അല്ല എന്നുള്ള കാര്യം. അത് ബ്രേക്കപ്പ് ആയി. ഒരു 2-2.5 വർഷം മുന്നേ ബ്രേക്കപ്പ് ആയി. അതിനുശേഷം റിലേഷൻഷിപ്പ് വന്നു. അയ്യോ അതും ബ്രേക്കപ്പ് ആയി. പക്ഷെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ടും ഇന്നലെയും കൂടെ ആ മനുഷ്യനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്താന്ന് അങ്ങനെ വിളിക്കണേ? വിളിക്കണ്ടെന്നാണോ പറയേണ്ടത്? വിളിക്കണ്ടെന്നിട്ട് ഞാൻ നിർത്തിയതാണ്. ടോക്സിസിറ്റി സഹിക്കാൻ വയ്യ. എനിക്ക് റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് വയലൻസ്, എന്നിൽ നിന്നും അവരെന്നെ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുക, ഇതൊക്കെ ഇത് മാത്രമാണെങ്കിൽ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ തിരിച്ചറിയുന്നത് പിന്നീടാണ്. എനിക്ക് ഇതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നതും ചീത്ത വിളിക്കുന്നതും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നത് സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ എല്ലാന്ന് മനസ്സിലാക്കി നമ്മുടെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ കൺസിഡർ ചെയ്യും, അവരെ കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം ചില കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാരണം സെക്കൻഡ് റിലേഷൻഷിപ്പ് ഞാൻ നിർത്തി. അങ്ങനെ നിർത്തി. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ സ്റ്റാറ്റസ് എന്താ?
പറയണോ അവള്? ഞാനിങ്ങനെ വാലന്റൈൻസ് ഡേക്കൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചീറ്റിപ്പോയി കേട്ടോ. ആ റിലേഷൻഷിപ്പ് സെക്കൻഡ് റിലേഷൻഷിപ്പിന്റെ കണ്ടിന്യൂഷൻ നിർത്തുന്നു, ഫെബ്രുവരിയില് അത് മനസ്സിലായി, ഗോസ്റ്റിംഗ് മോഡിലായിരുന്നു. അപ്പൊ നിർത്തുന്നു, ആ റിലേഷൻഷിപ്പ് തന്നെ നിർത്തുന്നു, വീണ്ടും തുടങ്ങുന്നു. ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ 14th ശേഷം ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. വേണ്ട, എന്തിനാ അപ്പോൾ ഞാൻ എന്തിനാ സഹിക്കേണ്ട ആവശ്യം, ഞാൻ എന്തിനാ സഫർ ചെയ്യേണ്ട ആവശ്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തി. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് അവിടെ ഫുൾ സ്റ്റോപ്പ് ആയതിനു ശേഷം ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നേരെ പോകുന്നു, ബ്യൂട്ടിഫുൾ ആയി പോകുന്നു.